ഇപ്പോൾ ഗൗതം മേനോന് പറയാൻ പറ്റും ജാതി സിനിമ ആവശ്യമില്ലെന്ന്. ഗൗതം മേനോനാ പറയുന്നത് ഓർക്കണം. അപ്പോൾ നമുക്ക് സ്വീകാര്യ. ഗൗതം മേനോനാകുമ്പോൾ നല്ല വിവരം ഉണ്ടായിരിക്കുന്നു. അവ നമ്മൾ വിചാരിക്കുന്നത് അങ്ങനെയാണ്. ഗൗതം മേനോന് ഒരു വിവരമല്ല നമുക്ക് മനസ്സിലായി. ഒറ്റ പ്രസ്താവന മനസ്സിലായി. അയാൾക്ക് കേരളം എന്താണെന്ന് മനസ്സിലായിട്ടില്ല. മനുഷ്യൻ കാണിക്കേണ്ട ഒരു സത്യസന്ധത. എനിക്ക് ജാതി ഇല്ലെന്നല്ല പറയേണ്ടത്, ഞാൻ എൻ്റെ ജീവിതത്തിൽ ജാതി പാലിക്കില്ല എന്നാണ് പറയേണ്ടത്. സ്ത്രീകളുള്ള സ്ഥലത്തും സ്ത്രീകളില്ലാത്ത സ്ഥലത്തും പുരുഷന്മാർ രണ്ട് ഭാഷയല്ലേ ഉപയോഗിക്കുന്നത്. സിനിമ കണ്ട് സവർണർ മാത്രമല്ലെന്നേ കരയുന്നത്, ദളിതരും കരയുന്നുണ്ട്. നമ്മളത് മനസ്സിലാക്കണം. കാരണം അതാണ് സോഷ്യലി സാങ്ഷൻഡായ ദുഃഖം. ആദിവാസിയുടെ ദുഃഖം സോഷ്യലി സാങ്ഷൻഡല്ല. അതുകൊണ്ട് നമുക്കത് സ്വീകാര്യമല്ല. അതുകൊണ്ടത് കേരളത്തിൻ്റെ പൊതുവായ കാര്യമല്ല. അപ്പോൾ പൊതുവായ മറ്റെന്തോ ഒരു കാര്യമുണ്ടെന്നും ഇത് പൊതുവായ കാര്യമല്ലെന്നും നമുക്ക് തോന്നുന്നിടത്താണ് ഇതിൻ്റെ തടസ്സം കിടക്കുന്നത്. ഇവിടെ കാസ്റ്റ് എന്നതൊരു സാംസ്കാരിക മൂലധനമായി പരിവർത്തനപ്പെടുകയും അത് എൻഗേജ് ചെയ്യപ്പെടുകയും ചെയ്യുന്നു എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം. അതായത് സാംസ്കാരിക മൂലധനമായി കാസ്റ്റിനെ ഞാൻ പണ്ടത്തെ കൂട്ടൊരു ജാതിവാദിയൊന്നുമല്ല, ആർക്കും പറയാവുന്ന കാര്യമാണ്. അതല്ല ഇവിടെ പറയുന്ന കാര്യം. നമ്മൾ കാസ്റ്റിനെ വളരെ വിദഗ്ധമായി ഒരു സാംസ്കാരിക മൂലധനമായി മാറ്റിയെടുത്തിട്ടുണ്ട്. അതൊരു വലിയ ദീർഘമായൊരു പ്രോസസ്സാണ്. 100 വർഷത്തോളം എടുത്തു ആ ഒരു പ്രോസസ്സ് സംഭവിക്കാനായിട്ട്. അങ്ങനെ കാസ്റ്റിനെ ഒരു സാംസ്കാരിക മൂലധനമാക്കി മാറ്റിയെടുത്തപ്പോൾ അത് പല നൃത്തരൂപങ്ങളാവാം, നമ്മുടെ ആർട്ട് മേഖലകളാവാം, ചിത്രരചനയുടെ മേഖലയാവാം, സിനിമയാവാം. ഇതിലെല്ലാം തന്നെ കാസ്റ്റ് ഒരു സാംസ്കാരിക മൂലധനമായിട്ടാണ് പ്രവർത്തിക്കുന്നത്. അതല്ലാതെ നേരിട്ട് ജാതി പറയുകയല്ല അവിടെ. ഇപ്പം എനിക്ക് ആർ കെ നാരായണൻ്റെ ഓട്ടോബയോഗ്രഫിയിൽ പറയുന്ന കാര്യം, എനിക്കൊരു വലിയ വീട് വേണം. കാരണം എൻ്റെ അച്ഛനും അമ്മയും ഒരു പഴയ ബ്രാഹ്മണരാണല്ലോ. അവർക്ക് നോൺ വെജിറ്റേറിയൻ ഫുഡേ പറ്റത്തുള്ളൂ. എൻ്റെ ഭാര്യയാണെങ്കിൽ വെജിറ്റേറിയൻ നോണേ കഴിക്കുള്ളൂ, മറ്റവർക്ക് വെജിറ്റേറിയൻ വേണം. അതുകൊണ്ട് വലിയ വീട് വേണം. അതുകൊണ്ട് വലിയ വീട് അന്വേഷിച്ച് ഞാൻ ബുദ്ധിമുട്ടിയെന്ന് പറയുന്നു. ഇതിനകത്ത് ജാതി ഉണ്ടെന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ? നമുക്ക് തോന്നില്ല. പക്ഷേ ഇറ്റ് ഈസ് കാസ്റ്റ്. അത് ജാതിയാണ്. ഒരു ജാതി ജീവിതം ജീവിക്കുന്നത് കൊണ്ടാണ് വെജിറ്റേറിയനെയും നോൺ വെജിറ്റേറിയനെയും വേർതിരിച്ച് കിടക്കാനും ഭക്ഷണം പാചകം ചെയ്യാനുള്ള സ്പേസസ് വേണമെന്നൊരാളുടെ മനസ്സിൽ തോന്നുന്നത് അയാൾ ജാതി ജീവിതം ജീവിക്കുന്നത് കൊണ്ടാണ്. നമ്മുടെ ഈ സാംസ്കാരിക ഇത് മുകളിലേക്ക് പോകുന്ന ഒരു ആഢ്യത്വവും സോഷ്യൽ സാങ്ഷനിങ്ങും കൂടി വരുന്നത് കൊണ്ടും താഴത്തേക്ക് വരുന്നതോറും സോഷ്യൽ സാങ്ഷനിങ് ഇല്ലാത്തത് കൊണ്ടും കീഴ്ത്തട്ടിന് സംസ്കാരമില്ലെന്നാണ് നമ്മുടെ സാംസ്കാരിക നായകന്മാർ വിചാരിച്ചിട്ടുള്ളത്. അവർ സംസ്കാരമില്ലാത്ത വിഭാഗമാണെന്നാണ്. അവർക്കിനി സംസ്കാരമുണ്ടെങ്കിൽ തന്നെ അത് എൻക്യാഷബിൾ അല്ല. നമ്മുടെ കൾച്ചറൽ ഫീൽഡ് അത് വിദഗ്ധമായി തടഞ്ഞു വെച്ചിരിക്കുകയാണ്. അതിവിദഗ്ധമായി തടയും അതിനെ. അതായത് അത് എൻഗേജ് ചെയ്യാനായിട്ട് അവർക്ക് പറ്റില്ല. നമുക്ക് ക്യാപിറ്റൽ ഉണ്ടായാൽ പോരാ, നമുക്ക് കണ്ടംപററി വേൾഡിൽ അത് എൻഗേജ് ചെയ്യാൻ പറ്റണം. ആ എൻഗേജ്മെൻറ്റിനെ കാസ്റ്റ് സിസ്റ്റം അതിവിദഗ്ധമായി തടഞ്ഞു നിർത്തുന്നു. അതിന് പകരമായി നമ്മളോടിപ്പോൾ നേരത്തെ ഇവിടെ മാളവിക പറഞ്ഞത് ഇത് ശ്രീ പത്മനാഭൻ്റെ മണ്ണാണ്. ജാതിയുണ്ടോ ഇതിനകത്ത്? ജാതിയില്ലെന്നാണ് നമ്മൾ വിചാരിക്കുന്നത്. ഇറ്റ് ഈസ് കാസ്റ്റ്. അത് ജാതിയാണ്. ഇത് ശ്രീ പത്മനാഭൻ്റെ മണ്ണാണെന്ന് 75 കൊല്ലം കഴിഞ്ഞെന്ന് തോന്നുന്ന മനുഷ്യന് സൈക്കോസിസാണ്, എന്തോ അസുഖമാണെന്ന് നമ്മൾ മനസ്സിലാക്കണം. അയാളെ ചികിത്സിക്കുക വേണ്ടത്. ഈ ചികിത്സ ഒത്തിരി പേർക്ക് ആവശ്യമുണ്ടെന്നാണ് ഞാൻ മനസ്സിലാക്കിയിട്ടുള്ളൊരു കാര്യം. കാരണം അങ്ങനെയാണ് നമുക്കതിൻ്റെ ഒരു ഗ്രാവിറ്റി, നമ്മൾ പറയുന്ന വാക്കുകളുടെ ഗ്രാവിറ്റി നമുക്ക് മനസ്സിലാവുന്നില്ല. നമ്മൾ ഒരാളെ ഈ പറയുന്ന ഇപ്പോൾ ഇവിടെ സൂചിപ്പിച്ചതുപോലെ ദൈനംദിനമായ വ്യവഹാരങ്ങളിൽ നമ്മൾ എങ്ങനെയാണ് കാസ്റ്റ് പ്രവർത്തിക്കുന്നത്, കാസ്റ്റ് കോൺഷ്യസ്നസ് പ്രവർത്തിക്കുന്നത്. ഒരൊറ്റ ഉദാഹരണം പറയാം. സ്ത്രീകളുള്ള സ്ഥലത്തും സ്ത്രീകളില്ലാത്ത സ്ഥലത്തും പുരുഷന്മാർ 2 ഭാഷയല്ലേ ഉപയോഗിക്കുന്നത്. ഒരു ഭാഷ ഉപയോഗിക്കുന്നവർ വളരെ കുറവായിരിക്കും കേരളത്തിൽ. ബാക്കിയുള്ളവരെല്ലാം സ്ത്രീ ഉണ്ടെങ്കിൽ ഒരു ഭാഷയും സ്ത്രീ ഇല്ലെങ്കിൽ വേറൊരു ഭാഷയും, ആദിവാസി ഉണ്ടെങ്കിൽ ഒരു ഭാഷയും ആദിവാസി ഇല്ലെങ്കിൽ വേറൊരു ഭാഷയും, ദളിതൻ ഉണ്ടെങ്കിൽ ഒരു ഭാഷയും ദളിതൻ ഇല്ലെങ്കിൽ വേറൊരു. ഈ ഡബിൾ ഭാഷ ജാതിയാണെന്ന് നമ്മൾ അറിയേണ്ടത്. ജാതിയുടെ ആധുനിക രൂപമാണത്. നമ്മളുടെ കാലത്തെ കണ്ടംപററി കാസ്റ്റ് കോൺഷ്യസ്നസ് ആണ് നമ്മളെ കൊണ്ട് ഈ ഡബിൾ പ്ലേ ചെയ്യിക്കുന്നത് നമ്മൾ മനസ്സിലാക്കണം.
അതുകൊണ്ട് പഴയ ജാതി അതേപടി ഇവിടെ നിൽക്കുകയല്ലേ. അത് ഒരു മെറ്റമോർഫോസിന് വിധേയമായി വലിയൊരു കൾച്ചറൽ ക്യാപിറ്റലായി. ഇപ്പോൾ ഗൗതം മേനോന് പറയാൻ പറ്റും ജാതി സിനിമ ആവശ്യമില്ലെന്ന്. ഗൗതം മേനോനാ പറയുന്നവർക്കണം, അവൻ നമുക്ക് സ്വീകാര്യ. ഗൗതം മേനോനാകുമ്പോൾ നല്ല വിവരം ഉണ്ടായിരിക്കുന്നു. അവൻ നമ്മൾ വിചാരിക്കുന്നത് അങ്ങനെയാണ്. ഗൗതം മേനോന് ഒരു വിവരമല്ല നമുക്ക് മനസ്സിലായി. ഒറ്റ പ്രസ്താവന മനസ്സിലായി. അയാൾക്ക് കേരളം എന്താണെന്ന് മനസ്സിലായിട്ടില്ല. സിനിമാക്കാരനൊക്കെ ആയിരിക്കും, പക്ഷെ മനസ്സിലായിട്ടില്ല. അത് ഞാൻ പറയുന്നൊരു കാര്യം, നമ്മുടെ ദൈനംദിനമായ ഓരോ വാക്കിലും നോക്കിലും പ്രവൃത്തിയിലുമൊക്കെ കാസ്റ്റ് നിറഞ്ഞാടുമ്പോഴും നമ്മൾ ചെയ്യുന്ന എന്നാന്ന് വെച്ചാൽ കാസ്റ്റ് എനിക്കില്ല കേട്ടോ എന്ന് പറയാമെന്നുള്ള അതിൻ്റെ ഒരു വലിയൊരു പ്രോബ്ലം. അതുകൂടി പറഞ്ഞ് ഞാൻ അവസാനിപ്പിക്കും. ഇതിൻ്റെ ഒരു വലിയ പ്രശ്നം എന്ന് പറഞ്ഞാൽ ഇതാരെയും സവർണനെ മാത്രം ഏകപക്ഷീയമായി കുറ്റപ്പെടുത്തുന്നതിൻ്റെയോ അവർണൻ്റെ ഇല്ലായ്മയെക്കുറിച്ച് പറയുന്നതിൻ്റെയോ കാര്യമായിട്ടാണ് കാസ്റ്റിനെ എല്ലാവരും മനസ്സിലാക്കുന്നത്. കാസ്റ്റ് ഈസ് എ ക്വസ്റ്റ്യൻ ഓഫ് ദളിറ്റ്സ് എന്നാണ് എല്ലാവരും മനസ്സിലാക്കുന്നത്. കാസ്റ്റ് ദളിതരുടെ പ്രശ്നമല്ല, ഇന്ത്യയുടെ പ്രശ്നമാണ്. നമ്മളത് അങ്ങനെയാണ് മനസ്സിലാക്കുന്നത്. ഇന്ത്യയിലെ എല്ലാവരും നേരിടുന്നൊരു പ്രശ്നമാണ്. അപ്പോൾ ഈ കാസ്റ്റ് എന്ന് പറയുന്ന ഈ സംഗതിയെ ഈ മോഡേണിറ്റിയുടെ ഘട്ടത്തിൽ നമ്മളത് ചർച്ചയ്ക്കെടുക്കാത്തത് ഇതിൻ്റെ കാരണം എന്നാന്ന് ചോദിച്ചാൽ നമ്മൾ തന്നെ തെന്നി വീഴുമെന്നതാണ് അതിൻ്റെ ഒരു പ്രശ്നം. എന്ന് പറയാൻ നമ്മളെ സ്വയം പരിഷ്കരിക്കാൻ ജാതിയുടെ ഡിസ്കോഴ്സ് നമ്മളെ വ്യക്തിപരമായി നിർബന്ധിച്ചുകൊണ്ടിരിക്കുന്നു. അപ്പോൾ നമ്മൾ എത്രമേൽ ആൻറ്റി കാസ്റ്റ് ആണെന്നൊരു ചോദ്യം വന്നാൽ എനിക്ക് നല്ല ഉറപ്പുണ്ട്, സൂക്ഷ്മ പരിശോധനയിൽ ജാതി കൊണ്ടു നടക്കുന്നവരാണ് നമ്മളെന്ന് നമ്മൾ തിരിച്ചറിയും. അപ്പോൾ വ്യക്തിപരമായ തന്നെ പരിഷ്കരണത്തെ നിർബന്ധിക്കുന്നതുകൊണ്ട് സൗകര്യപൂർവ്വം ജാതിയെ ദളിതരുടെ തലയെ കെട്ടിവെച്ച് ജാതിയില്ലാത്ത മാന്യന്മാരായി നമ്മളങ്ങ് ജീവിക്കുക. ഇതായി കേരളത്തിൽ നടന്നു വരുന്നൊരു കാര്യം. അതുകൊണ്ട് നമ്മുടെ ദൈനംദിനമായ സംഭാഷണങ്ങളിൽ, ദൈനംദിനമായ വ്യവഹാരങ്ങളിൽ കാസ്റ്റ് ഒരു ക്യാപിറ്റൽ എന്ന രൂപത്തിൽ പെർക്കഷൻ ആർട്ടിൻ്റെ കേരളത്തിലെ ഹിസ്റ്ററി നമ്മൾ നോക്കി, ആരാ അത് കൊണ്ട് നടക്കുന്നത്? പെർക്കഷൻ ആർട്ടിലേക്ക് പോയ ദളിതരുടെ അനുഭവങ്ങൾ പുറത്തു വന്നിട്ടുണ്ട്. ചെണ്ട കൊട്ടാൻ പോയവരുടെ അനുഭവങ്ങൾ പുറത്തു വന്നിട്ടുണ്ട്. അതൊന്നും വിശദീകരിക്കാൻ സമയമില്ല, പക്ഷേ ഇതൊക്കെ ഇവിടെ നടപ്പിലുള്ള കാര്യമാണ്. ഇപ്പോൾ ഇവിടുത്തെ ക്ലാസിക്കൽ ആർട്ടെന്ന് പറയുന്ന കലകൾ ഏതാണ്ട് എല്ലാം തന്നെ ജാതിക്കലകളാണ്. അത് സ്റ്റേറ്റ് സ്പോൺസേഡായിട്ട് അതിനെ ക്ലാസിക്കൽ കലകളാക്കി അങ്ങനെ പെരുപ്പിച്ച് സ്ഥാപിച്ച് കോടിക്കണക്കിന് രൂപ മുടക്കി സ്ഥാപിച്ചെടുത്തിരിക്കുകയാണ്. ആ കൂടി 4-5 പേര് കണ്ട കഥകളി കേരളത്തിൻ്റെ ചിഹ്നമായി മാറുന്നത് അങ്ങനെയാണ്. കേരളത്തിൻ്റെ ചിഹ്നമായിട്ടാണ് അത് മാറുന്നത്. വളരെ കുറച്ച് പേര് മാത്രം കൊണ്ടു നടന്നൊരു കല. അപ്പോൾ ബഹുജന കലയോ അത് ഫോക്ക് ആർട്ടാണെന്ന് പറഞ്ഞത്. ഫോക്ക് ആർട്ട് എന്ന് പറഞ്ഞാൽ പോക്ക് ആർട്ട് എന്നാണ് മലയാളി മനസ്സിലാക്കിയിട്ടുള്ളത്. ആർക്ക് വേണം നാടൻ പാട്ടെന്ന് പറഞ്ഞാൽ നമ്മളങ്ങനെ മനസ്സിലാക്കി ആർക്ക് വേണേലും പാടാവുന്ന പാട്ടെന്നാണ്. ഇപ്പോൾ നഞ്ചിയമ്മയ്ക്ക് പ്രൈസ് കിട്ടിയപ്പോൾ, അവാർഡ് കിട്ടിയപ്പോൾ കേരളത്തിലെ ഒരു സംഗീതജ്ഞൻ പറഞ്ഞൊരു കാര്യം, ഞാനൊക്കെ രാവിലെ മുതലൊരു സാധന ചെയ്ത് വർഷങ്ങളായിട്ട് സാധന ചെയ്തിട്ട് എനിക്ക് കിട്ടുന്നില്ല, ചുമ്മാ നടന്ന് അവർക്ക് കിട്ടിയെന്ന്. സംഗീതം ചുമ്മാ നടക്കുന്നവർക്ക് കൊടുക്കാവുന്ന അവാർഡല്ലെന്നാണ് അയാൾ പറയുന്നൊരു കാര്യം. ഈ സങ്കല്പങ്ങളാണ് ഈ മനുഷ്യരെ പുറന്തള്ളുന്നത്. അതുകൊണ്ട് യഥാർത്ഥത്തിൽ കാസ്റ്റിൻ്റെ ദൈനംദിന വ്യവഹാരങ്ങളിൽ നിന്ന് സമൂഹം പുറത്ത് കിടക്കണമെങ്കിൽ സമൂഹത്തിൽ നടക്കുന്ന ഇടപാടുകളിൽ കാസ്റ്റ് എങ്ങനെയാണ് ഇടപെടുന്നത് എന്നതിനെക്കുറിച്ചൊരു ബോധ്യമുള്ള വ്യക്തിക്ക് മാത്രമേ ഒരു ആൻറ്റി കാസ്റ്റ് പൊസിഷൻ എടുത്തുകൊണ്ട് നമുക്ക് നിൽക്കാൻ പറ്റും. ജാതി ഇല്ലെന്നല്ല നമ്മൾ പറയേണ്ടത്. ഏറ്റവും മിനിമം മനുഷ്യൻ കാണിക്കേണ്ട ഒരു സത്യസന്ധത, എനിക്ക് ജാതി ഇല്ലെന്നല്ല പറയേണ്ടത്, ഞാൻ എൻ്റെ ജീവിതത്തിൽ ജാതി പാലിക്കില്ല എന്നാണ് പറയേണ്ടത്. കാരണം എന്താണെന്ന് വെച്ചാൽ എൻ്റെ ജാതി തീരുമാനിക്കുന്നത് ഞാനല്ല, അതാ കാര്യം. ഞാനിപ്പോൾ എൻ്റെ സുഹൃത്തുക്കൾ, സവർണരായിട്ട് സുഹൃത്തുക്കൾ ഇഷ്ടംപോലെ ഉള്ള ഒരാളാണ്. അവരുടെ കൂടെ എന്നിട്ട് എനിക്ക് ജാതി ഇല്ലെന്ന് പറയാം. പക്ഷെ കണ്ടു നിൽക്കുന്ന നിങ്ങൾ സമ്മതിക്കുകയല്ലോ. അവൻ നായരാ, മറ്റവൻ ദളിതാണെന്ന് നിങ്ങൾ പറയും. അതോടുകൂടി എൻ്റെ വാക്കുകൾക്ക് അർത്ഥമില്ല. അതുകൊണ്ട് നമ്മൾ ചെയ്യേണ്ടത് ജാതി ഇല്ലെന്നല്ല പറയേണ്ടത്. ജാതി ഇവിടെ ഉള്ള ഒരു യാഥാർത്ഥ്യമാണ്, അതൊരു സാമൂഹിക യാഥാർത്ഥ്യമാണ്. അതിൻ്റെ നിയമങ്ങൾ ഞാൻ പാലിക്കാറില്ല. അത്തരം മുൻവിധികൾ വെച്ച് ആരോടെങ്കിലും പെരുമാറിയാൽ അത് ശരിയല്ല എന്ന നിലപാട് ഞാൻ എടുക്കും എന്ന് പറയുന്നതാണ് പ്രോഗ്രസീവായിട്ടുള്ള സ്റ്റാൻഡ്. ജാതി ഇല്ല എന്ന് പറയുന്നത് ഭയങ്കര കള്ളത്തരവും ആത്മവഞ്ചനയാണെന്ന് നമ്മൾ മനസ്സിലാക്കണമെന്നാണ്.